നല്ല മണം. നിന്റെ ജീവിതത്തിൽ സമൂസ മാത്രമേ ഉള്ളൂ മോട്ടു. സമൂസ തിന്നല് മാത്രമല്ല ജീവിതം. നീ ഒന്ന് ആലോചിക്കേ മോട്ടു. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എങ്കിലും ഒന്ന് നോക്കട്ടെ. കുറെ സമൂസ കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. വീണ്ടും സമൂസ കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. വീണ്ടും വീണ്ടും സമൂസ കഴിക്കുന്നു, വീണ്ടും വീണ്ടും കിടന്നുറങ്ങുന്നു. വീണ്ടും എഴുന്നേറ്റ് സമൂസ കഴിക്കുന്നു, വീണ്ടും കിടന്നുറങ്ങുന്നു. വീണ്ടും എഴുന്നേറ്റ് സമൂസ കഴിക്കുന്നു, വീണ്ടും കിടന്നുറങ്ങുന്നു. വീണ്ടും എഴുന്നേറ്റ് സമൂസ കഴിക്കുന്നു, ഉറങ്ങുന്നു. വേറെ എന്ത് ജോലിയാ ഉള്ളത് ജീവിതത്തില്? ശരിക്കും എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ലെന്നേ. ഇതിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ പോയാ സമൂസയ്ക്ക് വേണ്ടി നീ എന്തും ചെയ്യാൻ മടിക്കില്ല മോട്ടു. പോലീസ് വരുന്നേ, ഓടിക്കോ. അല്ല, നമ്മളെന്തിനാ വെറുതെ ഓടുന്നേ? എന്താന്നറിയില്ല, സൈറന്റെ ശബ്ദം കേട്ട് അപ്പൊ തുടങ്ങും എന്റെ കാലുകൾ ഓടാൻ. എന്താ ചെയ്യാ? ഈ ചിങ്ങത്തിനിടുന്ന രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ്, ഹൈലി ഇംപോസിബിൾ. ഇപ്പൊ നിങ്ങൾ രണ്ടാളും എന്നോട് മറുപടി പറഞ്ഞേ മതിയാവൂ. എന്നെ കണ്ടപ്പോ എന്തിനാ ഓടിക്കളഞ്ഞത്? ഞങ്ങള് രണ്ടുപേരും ജോഗിങ് ചെയ്യായിരുന്നോ? നിങ്ങൾ കണ്ടില്ലേ എന്റെ കൊടവയറ് ചാടിക്കിടക്കണത്? നിങ്ങൾ രണ്ടുപേർക്കും ഒരു നല്ല ജോലിയുണ്ട്. നല്ല ജോലിയോ? സമൂസ കഴിക്കാനായിരിക്കും. വേഗം പറയൂ, എവിടെയാത് കിട്ടുക? ഇന്ന് രാത്രി നമ്മുടെ നഗരത്തിൽ സെക്യൂരിറ്റി ജോലി നിങ്ങൾ നോക്കണം. ഇവിടുത്തെ സെക്യൂരിറ്റി ആണെങ്കിൽ നാട്ടിൽ പോയിരിക്കുകയാണ്. പറയൂ, നിങ്ങൾക്ക് സമ്മതമാണോ? ഞങ്ങള് ചെയ്തോളാം. എനിക്ക് വയ്യ. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ രണ്ടാൾക്കും ഞാൻ ശമ്പളം തരാം. മാത്രമല്ല വയറ് നിറച്ച് സമൂസയും വാങ്ങി തരാം. ഈ ഒരാഴ്ചത്തേക്ക് മുഴുവനും. സമൂസയോ? അതും വയറ് നിറച്ച് തരുമെന്നോ? എനിക്ക് സമ്മതമാണ്, ഞാൻ തയ്യാറാണ്. ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെ ആയിരിക്കും ഡോൺ. എങ്ങനെയാണ് ഡോൺ ആവാൻ പറ്റുക? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ദൗത്യം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യേണ്ടി വരും, എന്തും സഹിക്കേണ്ടി വരും, പലതും ചെയ്യേണ്ടി വരും. കൊള്ളാം ബോസ്, കൊള്ളാം. നല്ല കവിതയാണല്ലോ. എന്തും ചെയ്യാം, എങ്ങനെയും ചെയ്യാം, ബോസ് പറയുന്നത് പോലെ ചെയ്യാം. അല്ലേ നമ്പർ 2? കവിതയുടെ മണ്ണാങ്കട്ടയുടെ കാര്യം വിടെ. നമുക്കിത് രാത്രി തന്നെ എവിടെയെങ്കിലും മോഷ്ടിക്കാൻ കയറിയേ പറ്റൂ. ചെല്ല്, എന്തെങ്കിലും ചെന്ന് മോഷ്ടിച്ചോണ്ട് വാ. ചെല്ല്. ബോസ്, അതിലുണ്ടയില്ലായിരുന്നു. അത് വാങ്ങാൻ കാശുമില്ലായിരുന്നു. പക്ഷെ ബോസ്, ഞങ്ങൾ സാറിനെ നിരാശരാക്കില്ല. ഇന്ന് രാത്രി ഫുർഫുറി നഗരം കൊള്ളയടിക്കാം. ഇങ്ങനെയാണെങ്കിൽ ജോൺ എങ്ങനെ ഡോൺ ആകും? ഡോൺ ഡോൺ സമൂസ. നിങ്ങൾ രണ്ടാളും ഡ്യൂട്ടിക്ക് തയ്യാറായി കഴിഞ്ഞു? സാറേ, ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ, ഇന്ന് രാത്രി ഈ നഗരത്തിന്റെ പൂർണ്ണ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ്. യെസ് സർ, ഡോണ്ട് വറി. തനിക്ക് ഈ ലാത്തിയൊക്കെ വീശാൻ അറിയോ? കളരി പഠിച്ച എന്നോടാണോ? കാണിക്കട്ടെ. എനിക്കൊരു കയ്യബദ്ധം പറ്റിയപ്പം നീ അത് സീരിയസ് ആക്കി അല്ലടാ. ഇപ്പൊ കാണിച്ചു തരാടാ നിനക്ക്. മതി, എടോ താഴ്ന്നു നിർത്തുന്നുണ്ടോ? ജാഗ്രത പാലിക്കൂ, ജാഗ്രത പാലിക്കൂ, ജാഗ്രത പാലിക്കൂ, ജാഗ്രത പാലിക്കൂ, ജാഗ്രത പാലിക്കൂ, ജാഗ്രത പാലിക്കൂ, ജാഗ്രത പാലിക്കൂ.
കുട്ടികൾ കിടന്ന് ഉറങ്ങുന്നത് അറിയില്ലേ? എന്തിനെങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നേ? ജാഗ്രത പാലിക്കൂ. അതെ, നിങ്ങൾക്ക് തലയ്ക്കും വട്ടുപിടിച്ചോ? ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ട് രാത്രി ഒന്ന് വിശ്രമിക്കാന്ന് വിചാരിച്ചാ അതും നിങ്ങൾ സമ്മതിക്കണില്ലല്ലോ. മോട്ടോ, ഈ ജോലി നമ്മൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമുള്ളതല്ല. ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഒരാവശ്യമില്ല. ഒച്ച വെച്ചില്ലെങ്കിൽ ജനങ്ങൾ ഉറങ്ങിപ്പോവൂലേ? അങ്ങനെ അവർ ഉറങ്ങിയാലേ കള്ളന്മാർക്ക് പണി എളുപ്പാവുന്നേ. ജാഗ്രത പാലിക്കൂ. ചേട്ടാ, ഈ മോട്ടു പത്ലു ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? മിണ്ടാതെ എന്റെ കൂടെ വാ. അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ജാഗ്രത പാലിക്കൂ. ജാഗ്രത പാലിക്കൂ. വായി നോക്കികൾ നോക്കുന്ന കണ്ടില്ലേ? എന്റെ കൺവെട്ടത്ത് കണ്ടുപോലെ. ബോസ്, ബോസ്, ഇതാ മോട്ടുവിന്റെയും പത്ലുവിന്റെയും പണിയാ. ഇന്ന് അവരാണ് പാറാവ് നടത്തുന്നത്. ഞങ്ങളെ കണ്ടതും ഞങ്ങളെ ആക്രമിച്ചു മുറിവേൽപ്പിച്ചു. പിന്നെ അവരവിടുന്ന് മുങ്ങി. നിങ്ങളെ കൊണ്ടൊന്നും കാശിന് കൊള്ളില്ല. ആ മോട്ടുമ്പത്തിലും ഒരു സമയത്ത് ഒരു സ്ഥലത്തെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവരില്ലാത്ത സ്ഥലത്ത് നമ്മൾ മോഷണം നടത്തിയിരിക്കും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ മോഷണം നടത്തേണ്ടതെന്ന്. ഇത് ജോഡിന്റെ രംഗപ്രവേശനമാണ്. നിങ്ങൾ രണ്ടുപേരും എന്നെ പിന്തുടർന്നാൽ മാത്രം മതി. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ കണ്ടോ എങ്ങനെയാണ് അതിവിദഗ്ധമായി മോഷ്ടിക്കുക എന്നുള്ളത്. ജാഗ്രത പാലിക്കൂ. ജാഗ്രത പാലിക്കൂ. ജാഗ്രത പാലിക്കൂ. ജാഗ്രത പാലിക്കൂ. ജാഗ്രത പാലിക്കൂ. ജാഗ്രത പാലിക്കൂ. ദേഷ്യപ്പെടണ്ട ചേട്ടാ, ഞങ്ങളുടെ കൂടെ വേണേ കൂടിക്കോ. ജാഗ്രത പാലിക്കൂ. ജാഗ്രത പാലിക്കൂ. ജാഗ്രത ഓടിക്കോ. എന്റെ പത്ലു, ഈ പാറാവ് പണി എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാ. സമൂസ തരാന്ന് പറഞ്ഞോണ്ട് മാത്ര, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ എപ്പോഴേ ഒഴിവാക്കിയേനെ. ആ സമൂസയുടെ കാര്യം വിട്. ഇവന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്ന് നോക്ക്. ഇത് തന്നെ തക്ക സമയം. ഇവിടുന്ന് ഒരു ശബ്ദവും വരുന്നില്ല. നമ്മുടെ പണി തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു. മോഷണത്തിന് പറ്റിയ സമയമാണിത്. ഇനി മോഷണത്തിൽ തന്നെ തടയാൻ ആർക്കും കഴിയില്ല. നിനക്ക് സമൂസ കഴിക്കാൻ തോന്നുന്നുണ്ടോ? വേണ്ട വേണ്ട, എന്റെ വയറ് നിറഞ്ഞേ. ഇത് മോഷ്ടിക്കാൻ പറ്റിയ സമയമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും എന്നെ ആർക്കും തടയാൻ കഴിയില്ല. ഇതിലേത് വീട്ടിൽ കയറണം? ആ കുത്തി കുത്താന വരമ്പത്തെ കയ്യിൽ കുത്ത് കരിങ്കുത്ത്, ജീപ്പ് വെള്ളം താറ പൊക്കയുടെ കയ്യിൽ ഒരു ബാങ്ക്. അത് തന്നെ. പണമായി. ഹലോ, എന്റെ ഡോൺ പരമ്പര ദൈവങ്ങളെ, എന്തായി സംഭവിച്ചത്? എന്താണ് കാര്യം? എന്തിനാണ് നീ വന്നേ? ഈ വൃത്തികെട്ട നായെ കൊണ്ട് ഒരു രക്ഷയില്ല. നിങ്ങൾ രണ്ടുപേരോട് ഞാൻ പറഞ്ഞതല്ലേ ചുറ്റുപാടത്തിന് ശ്രദ്ധ വേണമെന്ന്. ഞങ്ങൾ ചുറ്റുപാടും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആ മോട്ടുവും പത്ലുവും ബോസിനെ ആക്രമിച്ചു. ഞങ്ങൾ എന്താ ചെയ്യാ? അതിന് മോട്ടും പത്തിലും അവിടെ വന്നില്ലല്ലോ. ഒരു നായല്ലേ എന്നെ ഓടിച്ചത്. നിങ്ങൾ കണ്ടതല്ലേ? അല്ല ബോസ്, ഈ മോട്ടുവും പത്ലുവും ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ ഡ്രമ്മിന്റെ പുറത്ത് കയറിയാ വന്നത്. എന്നിട്ട് ബോസിനെ നിലംപരിശാക്കി. അവരൊരു കൊടുങ്കാറ്റായി വന്ന് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. മിണ്ടാതിരടാ പൊണ്ണത്തടിയന്മാരെ. എന്റെ ചോറുണ്ടിട്ട് എനിക്കിട്ട് താകുന്നോ? നാണമില്ലല്ലോടെ. എന്നെ കണ്ട് പഠിക്കണേ. ഞങ്ങളിപ്പോ കുറേശ്ശെയായി പഠിച്ചോണ്ടിരിക്കുക ബോസ്. എന്തോന്ന് പഠിച്ചെന്നാ? നായ്ക്കളെ പേടിക്കണം ബോസ്. നിനക്കൊന്നും താങ്ങിയത് മതിയാവാതെ വീണ്ടും എന്നെ കളിയാക്കാൻ ഇറങ്ങിയതാണോ? രണ്ടെണ്ണം ഓരോ ചീട് ദിവസമായിട്ട് വന്നോളൂ. ജാഗ്രത പാലിക്കൂ.
ജാഗ്രത പാലിക്കൂ. ഭൂതം, ഭൂതം. അല്ല, ഇവിടെയൊന്നും ആരുമില്ലേ? വേഗം വരൂ, ഭൂതം. ഓടി വരണേ, ഭൂതം. എവിടെയാണോ ഭൂതം? അവിടെയാണ്. ദോണ്ടെ, അവിടെ തന്നെ. എടോ ഭൂതം എവിടെയാ? അത് നമ്മുടെ തന്നെ നിഴലല്ലേ? അടിക്കവരെ, ഇവര് നമ്മുടെ ഉറക്കം കളഞ്ഞു. ഇട്ടോടാ, പത്ലു. അവിടെ ഓടിക്കോ. എന്തൊരു നിശബ്ദതയല്ലേ? കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദത പോലുണ്ട്. ഇവിടെ ഒന്നും ആരില്ലേടേ, ഒരു കുറുക്കനെ പോലും കാണുന്നില്ലല്ലോ. രക്ഷിക്കണേ. Yes. The name is ചിങ്കം. ഈ ചിങ്കം എടുത്ത് രക്ഷപ്പെടുന്നത് ഇറ്റ് ഇസ് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഇംപോസിബിൾ. അതെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോസിബിൾ ആണ്, പക്ഷേ ഈ മോട്ടു പത്ലുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇമ്പോസിബിൾ ആണ്. ഞങ്ങള് കീഴടക്കിക്കോളാം. ഞങ്ങളെ ജയിലിൽ അടച്ചേക്ക്, പക്ഷേ ഈ മോട്ടു പത്ലുവിന്റെ അടുത്തുനിന്ന് ഞങ്ങളെ രക്ഷിക്കേ. അമ്മയാണ് സത്യം. ഇനി ഈ പാറാവ് ജോലിക്കേ ഞാൻ പോവില്ല. സമൂസ കിട്ടിയാലും ശരി, ഇല്ലെങ്കിലും ശരി. ഇന്നലെ ജീവൻ പോണ്ടതായിരുന്നു, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെ. ഹായ്. നിങ്ങൾ രണ്ടാളും ഇന്നലെ രാത്രി വളരെ നന്നായിട്ട് ജോലി ചെയ്തു. നേരോ. ആ, വീണ്ടും നിങ്ങളുടെ സഹായത്തോടെ ജോൺ ദ ഡോൺ പിടിക്കപ്പെട്ടു. നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഒരാഴ്ചത്തേക്കുള്ള സമോസ ഫ്രീ. താങ്ക് യു. നന്ദി, സന്തോഷം. എനിക്കിപ്പോ തോന്നുന്നത് നിങ്ങളെ പോലെയുള്ള ധീരന്മാരായ സെക്യൂരിറ്റി ഓഫീസേഴ്സിനാണ് ഈ നഗരത്തിലേക്ക് ആവശ്യം. ഇന്ന് മുതൽ നിങ്ങളാണ് ഇവിടുത്തെ പെർമനന്റ് സെക്യൂരിറ്റി ഓഫീസേഴ്സ്. പറയൂ, സമ്മതമാണോ? വേണ്ട. ഇവരെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത് ഇറ്റ് ഇസ് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. मोटू और पतलू की जोड़ी